നമസ്കാരം. ഞാൻ ഈ വ്യാഴാഴ്ച ജൂൺ 18 ഇറങ്ങിയ സീക്രട്ട് ഓഫ് കലിംഗ എന്ന മൂവിയുടെ ഡയറക്ടറാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആകെപ്പാടെ ഡൗൺ ആയിരിക്കുകയായിരുന്നു ഞാൻ. പടം ഇറങ്ങിയതിനു ശേഷം അന്ന് രാത്രി വന്ന അശ്വിൻ കോക്കിന്റെ റിവ്യൂല് കംപ്ലീറ്റ്ലി ഇന്ന് ഉച്ചയോടുകൂടി കുറച്ച് തിയേറ്റർ വിസിറ്റ് ഒക്കെ പോയപ്പോഴാണ് മൊത്തത്തിലൊന്ന് ഹാപ്പി ആയ, മൊത്തത്തിലൊന്ന് മനസ്സമാധാനത്തോടെ ആയത്. അപ്പം ഞാൻ അതുകൊണ്ട് നേരത്തെ ഒരു കാര്യം പറയാൻ ലൈവ് വന്നത്, പക്ഷെ ലൈവിൽ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കരയുന്നൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ആക്കിയിട്ട് അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാര്യം പറയാമെന്ന് വെച്ചത്. പടം ഇറങ്ങി അത്യാവശ്യം ബെറ്റർ റെസ്പോൺസിൽ ഈവനിങ് വരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ട എല്ലാവരുടെ ഭാഗത്തും ഇതൊരു കുഴപ്പമില്ലാത്ത പടമാണ്, അത്യാവശ്യം നല്ല പടമാണെന്നുള്ള രീതിയിൽ വന്ന് ഞാൻ ഒരിക്കലും അതിഗംഭീരം എന്നല്ല പറയുന്നത്. കണ്ട എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ട് എൻ്റർടൈനിങ് ആണ്, അത്യാവശ്യം നല്ലൊരു പടമാണെന്നുള്ളൊരു റിവ്യൂവിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ രാത്രി 11-12 അശ്വിൻ കോക്കിന്റെ റിവ്യൂ ആയിരുന്നു. അതിനു മുമ്പ് ഒരു റിവ്യൂറുടെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നെഗറ്റീവ് വന്നിരുന്നെങ്കിലും അതൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ. കാരണം സിനിമ എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. ഒരിക്കലും നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അത് ഒരു 100 പേര് സിനിമ കണ്ട ഒരു 70 പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ തന്നെ ആ സിനിമ ഹിറ്റാണ്. കാരണം ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾ ദൃശ്യം പോലുള്ള വലിയ സിനിമ എടുത്താൽ പോലും അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കലും ഇപ്പൊ റിവ്യൂവറുടെ ഒപ്പീനിയനെതിരോ നെഗറ്റീവ് പോസിറ്റീവിനെതിരോ നിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ അതിനു മുമ്പ് നെഗറ്റീവ് റിവ്യൂസ് പോലും എനിക്ക് ഓക്കെ ആയിരുന്നു. ആളുടെ ഒപ്പീനിയൻ പറഞ്ഞു ദാറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അശ്വിൻ കോക്കിന്റെ റിവ്യൂ വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് എഫക്ട് ചെയ്തത്. കാരണം അതിലാള് ഒരു റിവ്യൂ അഥവാ ഒപ്പീനിയൻ അപ്പുറം ഭയങ്കരമായി പേഴ്സണലി ഹരാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇയാൾക്ക് എനിക്ക് ഇങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അത്രയും ഈ സിനിമയുടെ തുടക്കം നമ്മളൊരു വാക്ക് ചെയ്തിരുന്നു, നന്ദി കൂടെ നിന്നവർക്കും കൂടെ നിന്ന് പണി തന്നവർക്കൊന്ന്. നമ്മളിത് പറഞ്ഞത് ആക്ച്വലി ഈ സിനിമയുടെ ഒപ്പം ഉണ്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുടക്കാൻ ശ്രമിച്ച, ഈ സിനിമ ഒരിക്കലും തിയേറ്ററിൽ ഇറക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് കള്ളത്തരം കാണിച്ച കുറച്ച് ടെക്നീഷ്യൻസ്, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ. നമ്മൾ അവരെ ഉദ്ദേശിച്ചത് അവിടെ പോലെ അശ്വിൻ കോക്ക് പറഞ്ഞത് അവര് നന്നായി അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു. അവർ ശരിയാണെന്നുള്ള രീതിയിൽ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയ ആൾക്കാർ ചെയ്ത് ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാലും, അതുപോലെ തന്നെ വ്യക്തിഹത്യയാണെങ്കിലും പിന്നെ സ്പോയിലേഴ്സ്, സിനിമയിലത്തെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും ആ ഒരു റിവ്യൂയിലൂടെ ആള് പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ട ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കണം നമുക്കറിയുള്ളൂ. അത് ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തിട്ട് പ്രൊജക്ട് ഓൺ ആക്കി ആ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് തന്നെ പോകും. അത്രയും വർക്ക് ചെയ്തൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ജസ്റ്റ് ഒരു 1 റിവ്യൂല അതിന്റെ കഥ മൊത്തം അങ്ങ് പുച്ഛത്തോടെ കളിയാക്കി പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ചെറുതല്ല. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അന്ന് രാത്രി അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, കയ്യിൽ നിന്ന് പോയി ആത്മഹത്യയുടെ എണ്ണത്തിലേക്ക് വരെ എന്നെ കൊണ്ട് എത്തിച്ചു അന്ന് രാത്രി. അത് കാരണം അത്രയും ആള് പറഞ്ഞ വേർഡ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാക്കിയത്. മേ ബി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും മേ ബി വലിയ കുറെ തവണ കേട്ടവർക്കൊക്കെ അത് യൂസ്ഡ് ടു ആവും. എനിക്കത് ഒട്ടും യൂസ്ഡ് ടു അല്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അടുത്തൊരു പ്രൊജക്ട് പോലും ഓണായി നിൽക്കുകയായിരുന്നു. ആ പ്രൊജക്ട് പോലും ഹോൾഡ് ആകുന്ന സാഹചര്യത്തിൽ ഒരൊറ്റ റിവ്യൂ കണ്ടിട്ട് ആ പ്രൊഡ്യൂസർ പറഞ്ഞ് വരട്ടെ എന്നാണ് ഹോൾഡ് ആക്കുക ചെയ്ത്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉൾപ്പെടെ ഈ വർഷം തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു നിൽക്കായിരുന്നു. ആ പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഈ സിനിമ മുടക്കുമുതൽ വരുന്നില്ല. പോസ്റ്റ് അശ്വിൻ കോക്ക് റിവ്യൂ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ സിനിമ പിക്കപ്പ് ആവാതിരുന്നു. അതിന് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ആൾക്കാർ സീക്രട്ട് ഓഫ് കലിംഗ റിവ്യൂ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നേരെ വരുന്ന കൊക്കിന്റെ റിവ്യൂ ആണ്. ഈ റിവ്യൂ കാണുന്ന വഴിക്ക് തന്നെ ഓക്കെ അപരാധം പടന്ന് എഴുതിയിരിക്കുന്നത്, എന്നാൽ പിന്നെ കാണണ്ട എന്ന് വെച്ച് കുറെ പേര് കാണാതിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ സിനിമ പിക്കപ്പ് ആവുന്നില്ല. എന്നെ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാവരും അത് നല്ല പടമാണല്ലോ എന്തിങ്ങനെ പറയുന്നതെന്ന് പറയാണ്. എനിക്ക് നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, അശ്വിൻ കോക്ക് അല്ല മലയാള സിനിമ. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുന്നു, ഐ റെസ്പെക്ട് ഇറ്റ്. ആ ഒപ്പീനിയൻ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവാം. ഇപ്പൊ ഭീഷ്മർ ഉൾപ്പെടെ ആള് നെഗറ്റീവ് പറഞ്ഞ സിനിമ ഓടിയിട്ടില്ല, അത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒപ്പീനിയൻ ശരിയാവണമെന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ജനങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സർക്കിളുള്ള ആരെങ്കിലും അടുത്ത് ചോദിച്ചു നോക്കൂ. ഇപ്പൊ സിനിമ കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവരുടെ ഭാഗത്തുനിന്ന് ബെറ്റർ റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീസറോ ട്രെയിലറോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണും. ഈ സിനിമ ഒരിക്കലും ഒരു ബാഡ് മൂവി അല്ല. ഇത് കണ്ട കൂടുതൽ ആൾക്കാർ ഇത് നല്ല പടമാണെന്ന് തന്നെയാണ് സോഫാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരൊറ്റ റിവ്യൂ അത് ഭയങ്കര ഡാമേജ് ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. മറ്റ് റിവ്യൂസ് കൂടെ നോക്കുക. ഓഡിയൻസിന്റെ അടുത്താണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം സിനിമ കാണാൻ നോക്കുക. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്താണെങ്കിലും നിങ്ങളുടെ റിവ്യൂസ് മാക്സിമം ആളുകളോട് പറയാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആവശ്യമുണ്ട്. അശ്വിൻ കോക്കിന്റെ അടുത്താണെങ്കിൽ ഞാൻ ചേട്ടന്റെ അടുത്ത് വിളിച്ചിട്ട് റിവ്യൂ ചെയ്യും. ചേട്ടൻ ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചത്. പക്ഷെ അത്രയും ഇതാവും ഞാൻ ഒരിക്കലും ഇത്രയും ഈ ലെവലിൽ പേഴ്സണൽ അറ്റാക്ക് പറഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഇനിയുള്ള റിവ്യൂ ചെയ്യുമ്പോഴെങ്കിലും പുതിയ ആൾക്കാരുടെ പടങ്ങളിൽ, പുതിയ ഡയറക്ടർ, കൂടുതലും പുതിയ ആൾക്കാരുടെ പടങ്ങളാകുമ്പോൾ അറ്റ്ലീസ്റ്റ്
റോസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചോളൂ. കാരണം നമ്മളിപ്പോൾ ഉള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ റോസ്റ്റ് മതി നമ്മുടെയൊക്കെ ലൈഫ് ഇല്ലാണ്ടായി പോകാൻ വേണ്ടിയിട്ട്. ഒരു നെക്സ്റ്റ് പടം കിട്ടാത്തൊരു സാഹചര്യത്തിലൊക്കെ കൊണ്ടുപോയി കംപ്ലീറ്റ് ജീവിതം ബ്ലാക്ക് ഔട്ട് ആവാൻ പോലും ആ റിവ്യൂസൊക്കെ ചിലപ്പോൾ റിസൾട്ട് ആവും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പുതിയ ആൾക്കാരെ അത് ചെറിയൊരു കൺസെൻട്രേഷൻ, ഞാൻ പറയുന്നത് ഈ റോസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് റിവ്യൂ മാത്രം പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള ചെറു പടങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് റോസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ അത് വലിയ വലിയ ഉപകാരമായിരിക്കും. കാരണം ഒരു വലിയൊരു പടം, വലിയൊരു ഡയറക്ടർ, വലിയൊരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് കേട്ടാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം, അതിനെ കവറപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത പടത്തിൽ അത് അടുത്ത പടം കിട്ടും അവർക്ക് അത് കവറപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മളെപ്പോൾ ഉള്ളവരെന്ന് പറഞ്ഞാൽ കുറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു സിനിമ കൊണ്ട് എത്തിക്കുന്നുണ്ടാവുക. അവിടെ ഈ നെഗറ്റീവ് റിവ്യൂ താങ്ങാൻ പറ്റൂല ആ സിനിമയ്ക്ക്. ആ നെഗറ്റീവ് റിവ്യൂ എന്ന് ചിലപ്പോൾ ആ സിനിമ വീണ്ടും അയാളുടെ കരിയർ തന്നെ, അതിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിൽ ഉൾപ്പെടെ എല്ലാവരും അവർക്ക് ഇനി ഒരു കരിയർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പടങ്ങൾ ഒരല്പം മയത്തിൽ റിവ്യൂ പറഞ്ഞാൽ നന്നാവും. ഓഡിയൻസിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഈ സിനിമ കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും അവരോട് ചോദിച്ചു നോക്കാം. അവർ ബെറ്റർ റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ തിയേറ്ററിൽ വരാം. അശ്വിൻ റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നത് ഒരു വ്യക്തിയുടെ റിവ്യൂ ആണ്. ആ റിവ്യൂ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക്, കാരണം ഈ സിനിമയുടെ ബഹുഭൂരിപക്ഷ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സ് മാത്രമല്ല അല്ലാത്ത ആൾക്കാർ പോലും പറയുന്നത് ഇത് അത്യാവശ്യം നല്ല പടമാണല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുണ്ടാവുക. പരമാവധി സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. കാരണം ഈ ഒരു രീതിയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ തോന്നി, ചിലപ്പോൾ തിയേറ്ററിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ നാളെ OTT വരുമ്പോൾ ആളുകൾ ഇത് നല്ല പടമായിരുന്നല്ലോ എന്ന് പറയൂ. OTT ചിലപ്പോൾ പോകുന്നില്ല, അറിയില്ല പ്രോപ്പറായിട്ട് തിയേറ്ററിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അശ്വിൻ കുക്ക് റിവ്യൂ, ആളുടെ റിവ്യൂവിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമയെ അബാൻഡൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ ആളുകളുടെ വേർഡ് ഓഫ് മൗത്തും കൂടെ കൺസിഡർ ചെയ്യുക. ടീസറും ട്രെയിലറും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം ആ ഒരു മൂഡ് ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് സീക്രട്ട് ഓഫ് പെലിങ്ക ഒരുപാടില്ല, അത് അതിനെക്കുറിച്ച് ഒരുപാട് കാണിക്കാതെ എന്റർടൈനർ ആംഗിളിലേക്ക് പോയി എന്നൊക്കെ. നമുക്കൊരിക്കലും ഒരു അത്രയും വലിയൊരു പരിപാടി ഒരിക്കലും ഒരു ത്രൂ ഔട്ട് മൂവി ഒരു ഡെബ്യൂട്ടന്റ് ഡയറക്ടർക്ക് കിട്ടൂല. അയാൾക്ക് ഒരിക്കലും ഒരു മിനിമൽ ബഡ്ജറ്റ്, ഒരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് മാത്രമേ കിട്ടുള്ളൂ. ആ ബഡ്ജറ്റ് നിന്നുകൊണ്ട് അത്രയും വലിയൊരു കോൺസെപ്റ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കുറച്ചുകൂടെ എന്റർടൈനർ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ക്ലൈമാക്സ് ഉൾപ്പെടെ നമ്മൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് എൻ്ററായി ഓക്കെ സെക്കൻഡ് പാർട്ടിലേക്ക് ആ വേൾഡ് പൂർണ്ണമായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. കാരണം ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം റിസപ്ഷൻ കിട്ടിയാൽ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് കിട്ടും. ആ ബഡ്ജറ്റ് കിട്ടി നമുക്ക് അത്രയും വലുപ്പത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു സെക്കൻഡ് പാർട്ട് സ്കാമോ ഒന്നുമല്ല. സെക്കൻഡ് പാർട്ട് ഫുൾ സ്ക്രിപ്റ്റ് തന്നെ റെഡിയാണ്. പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ നമുക്ക് ഈ പടം അവർക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടിയാൽ നമുക്ക് ഈ വർഷം ലാസ്റ്റ് തന്നെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും കോൺഫിഡൻറ്റിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പറഞ്ഞത് എൻ്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു. ഡയറക്ടറിന് അഭിനയിക്കാൻ പോയത് ഞാൻ സപ്തമസ്കർ എന്നതിൻ്റെ മൂവിൽ തുടങ്ങി 2011 തൊട്ട് ചാൻസ് വെച്ച് ഒരുപാട് ഓഡീഷൻസ് ഉൾപ്പെടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ആക്ടിങ് അത്രയും പാഷനേറ്റ് ആയിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ആക്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് ഞാൻ റൈറ്റിംഗ് ഡയറക്ഷനിലേക്ക് പിന്നീട് വരുന്നത്. അവിടെയാണ് ഈ ഒരു പ്രൊജക്ട് ഓണായപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടർ പുതിയ ആളെ കൊണ്ടാണ് ചെയ്യിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ തന്നെയാണ് പറഞ്ഞത് നീ അത്യാവശ്യം നടക്കുന്നില്ല എന്നോട് നിനക്ക് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിലേക്ക് ആക്ച്വലി ലാൻഡഡ് ആയതൊക്കെ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പിന്നെയും കുറെ കൂടി അതിലേക്ക് ഇപ്പൊ പറഞ്ഞ കുറച്ചുകൂടി സ്പോയിലേഴ്സ് ആവുന്നതുകൊണ്ട് പറയാത്തതാണ്. അത് മേ ബി ഒരു 1 or 2 months ആഫ്റ്റർ ഒരു ക്ലിയർ പിക്ചർ എനിക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ പടം കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി പടം കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ സിനിമ എങ്ങനെയാണെന്ന് അന്വേഷിക്കുക. അവരുടെ വേർഡ് ഓഫ് മൗത്ത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ പരമാവധി തിയേറ്ററിലേക്ക് വരണോ വേണ്ടിയോ എന്നെല്ലാം തീരുമാനിക്കുക. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. താങ്ക് യു.